ഗുഡ് മോർണിംഗ് എവരി വൺ. എണീറ്റ് വന്നേ ഉള്ളൂ. അതുകൊണ്ട് സൗണ്ട് ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ സമയം 6 മണി. അപ്പം നമ്മൾ നല്ല വാമായിട്ടിരിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഹുഡിയൊക്കെ ഇട്ട് കിടന്നത്. പക്ഷേ സ്റ്റിൽ അത്യാവശ്യം തണുപ്പുണ്ട്. ഹീറ്റർ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ഹീറ്റർ ഓണാക്കി ഇട്ടു. ഇപ്പോഴും പുതച്ചിരിക്കുന്നത് ബോഡിയിൽ ആ ഹീറ്റ് തിരിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഒത്തിരി തണുത്ത് പോയി കഴിഞ്ഞാൽ മസിൽ ഫ്ലാറ്റ് ആവും. അപ്പം നമുക്ക് എറൗണ്ട് 9-9:30 ആകുമ്പോഴാണ് ഷോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു എസ്റ്റിമേറ്റഡ് ഒരു ഊഹം മാത്രമേ ഉള്ളൂ നമുക്ക്. കാരണം 8:30-ക്കാണ് നമുക്ക് ടാനിങ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു 9:30-10 ആ ടൈമൊക്കെ ആയിരിക്കണം നമ്മുടെ ഷോ ടൈം എന്ന് പറയുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് മുന്നേ അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ്. അപ്പം ഇനി ഇന്നത്തെ മെയിൻ ഒരു മീൽ എന്ന് പറയുന്നത്, മെയിനായിട്ട് ഈ ഒരു മീലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി ഷോ സമയം എത്രത്തോളം പുഷാകുന്നോ അതിനനുസരിച്ച് ബാക്കി പിന്നെ ഡിസൈഡ് ചെയ്യണം. അപ്പം ഇന്നലെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ പോയി കഴിച്ചതിൽ റൈസ് മിച്ചം വന്നത് നമ്മൾ പാക്ക് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാർബ് സോഴ്സ് എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ കുറച്ച് മറ്റേ ബീഫ് ഓയിൽ ഫ്രൈ കിടപ്പുണ്ട്. അത് മാത്രം നമ്മൾ കഴിക്കുന്നില്ല, അത് മാത്രം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ റൈസ് മാത്രം കഴിക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം കറക്റ്റ് ഈ ഒരു ഗ്ലാസ്സിൽ കുറച്ച് എടുത്തിട്ടുണ്ട്, ഈ ഗ്ലാസ്സിൽ. അപ്പോൾ നമ്മൾ ഇത്രയും ഒറ്റയടിക്ക് കൂടിച്ചിറക്കുമല്ല, അതായത് നമ്മൾ ഒറ്റ സിപ്പിൽ കൂടിച്ചിറക്കുമല്ല. കുറച്ച് റൈസ് കഴിക്കുന്നു, സിപ്പ് എടുക്കുന്നു, കുറച്ച് റൈസ് കഴിക്കുന്നു, സിപ്പ് എടുക്കുന്നു. എന്തിനങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ റിസ്ക് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് സ്കിന്നിൻ്റെ അടിയിലോട്ട് വെള്ളം പോകാൻ ചാൻസ് ഉണ്ട്. അന്നേരമാണ് നമ്മളിങ്ങനെ ഇത് കാണാത്ത രീതിയിൽ ബ്ലോട്ടിംഗ് ആയി, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ആ വിസിബിലിറ്റി അങ്ങ് പോയെന്ന് പറയത്തില്ല, അങ്ങനെ വിസിബിലിറ്റി പോകുന്നത്. റിസ്ക് എടുക്കണ്ട എന്നുള്ളതുകൊണ്ടാണ്. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ബോഡി എപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം ഇത് ചെറുതായിട്ട് കഴിച്ച്, റൈസ് കുറച്ച് കഴിച്ച്, ഇതൊരു സിപ്പ്, റൈസ് കുറച്ച് കഴിക്കുന്നു, സിപ്പ്. അപ്പം അങ്ങനെ ഇതിപ്പോൾ കഴിച്ച് തീർക്കുന്നു. അത് കഴിഞ്ഞ് എവരി 1 hour ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും നല്ലൊരു കാർബ് സോഴ്സ്, ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളൊരു കാർബ് സോഴ്സ്. അത് എവരി 1 hour കുറച്ച് കഴിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പറ്റുമെങ്കിൽ കുറച്ച് സോൾട്ട്, പിങ്ക് സോൾട്ട് ആണെങ്കിൽ ഏറ്റവും നല്ലത്. സിപ്പ് ഓഫ് വാട്ടർ, ഭയങ്കരമായിട്ടും കുടിക്കുകയല്ല, ഒരു സിപ്പ്, ചെറിയൊരു സിപ്പ് എല്ലാ 1 hour അല്ലെങ്കിൽ എല്ലാ 45 minutes. അപ്പം ഇപ്പം പ്രസൻ്റ്ലി നമ്മുടെ കയ്യിൽ കാർബ് സോഴ്സ് എന്ന് പറയാൻ വേണ്ടി കയ്യിലുള്ളത്, ഇന്നലെ നമ്മൾ M&M's പോയത്, നമ്മൾ കുറച്ച് M&M മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ജെംസ് പോലത്തെ, മുട്ടായി പോലത്തെ, അങ്ങനെ കുറച്ച് സാധനം മേടിച്ചിരുന്നു. അതിൽ കുറച്ച് ഫാറ്റും ഉണ്ട്. അപ്പം ഡൈജഷൻ ഒരു കുറച്ച് ഡിലേ ആകും. മാത്രമല്ല നമുക്കതിൽ നിന്ന് ക്വിക്ക് കാർബ് സോഴ്സാണ്. അപ്പം അങ്ങനത്തെ ഷുഗർ കണ്ടൻ്റുള്ള സാധനങ്ങൾ കഴിക്കുമ്പം പെട്ടെന്ന് ബോഡിയിലോട്ട് എനർജി ചെല്ലും. അന്നേരം നമ്മുടെ കാർബ് കയറി മസിൽ ഫില്ലാകും. അപ്പം അതായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ചില ബോഡി ബിൽഡേഴ്സ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ എന്തെങ്കിലും മുട്ടായി അല്ലെങ്കിൽ ഫ്രൈസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ടാക്ടിക്സ്. അതൊക്കെ ഓരോന്നും ബോഡിയുടെ കണ്ടീഷനെ ബേസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ എന്താണ്, ഇപ്പം ഞാൻ ഈ മീൽ കഴിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ എങ്ങനെയാണ് എൻ്റെ ബോഡി നിൽക്കുന്നത്, ഓക്കെ ആണോ, ഇനിയും കാർബ് കൊടുക്കാവോ എന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ 45 minutes കഴിയുമ്പം അല്ലെങ്കിൽ 1 hour കഴിയുമ്പം ഞാനൊരു കുറച്ച് M&M കഴിക്കും. ലെറ്റ്സ് സേ ഒരു 5 കഴിക്കാം. ഒരു കുറച്ച് ചെറിയ എമൗണ്ടിൽ തുടങ്ങുക. അത് കഴിഞ്ഞ് ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ നോക്കുവാണ് ഓക്കെ ആണോ. പയ്യെ വിസിബിലിറ്റി കുറഞ്ഞു വരുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിർത്തിക്കോ, ഇനി കാർബ് കൊടുക്കരുത്. അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ എവരി 1 hour നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. വെള്ളത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവരി 45 minutes ഒരു സിപ്പ് എടുക്കുന്നു, വെക്കുന്നു. സോ ലെറ്റ്സ് ഡിഗ് ഇൻടു അവർ ഫസ്റ്റ് മീൽ. ഇത് നമ്മുടെ ഇന്നലത്തെ ട്രിപ്പിൻ്റെ വീഡിയോ ഇപ്പോൾ റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ നമുക്ക് കോമ്പറ്റീഷന് പോകാനുള്ള എല്ലാം റെഡിയാക്കാം. അപ്പം നമ്മൾ എന്തൊക്കെ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, പാട്ടും കേട്ടിരിക്കാൻ ഒരു വൈബിന് ഹെഡ്ഫോൺ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആരൊരാളെന്നെ തിരുത്തിയിരുന്നു, ശരിയാണ്, ചെസ്റ്റ് നമ്പർ അല്ല, പറഞ്ഞ് ശീലിച്ചോണ്ട് ചെസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞുള്ളൂ, ട്രങ്ക് നമ്പർ ഫ്രണ്ടിലും ബാക്കിലും ഇടാനുള്ള ട്രങ്ക് നമ്പറുണ്ട്. പിന്നെ ഇതിൽ
കോമ്പറ്റീഷനുള്ള നമ്മുടെ ട്രങ്ക്. പിന്നെ ഇതിനകത്ത് എൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിടപ്പുണ്ട്. കാരണം അവർ മെൻഷൻ ചെയ്തിരുന്നു ഒരു ബാൻഡ് സബ്സ്റ്റൻസിൻ്റെ ലിസ്റ്റുണ്ട്, ആ ലിസ്റ്റിൽ നമ്മുടെ ആസ്മയുടെ മരുന്നും വിടുന്നുണ്ട്. അപ്പം ആസ്മ ഉണ്ടായിരുന്നു, നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ആസ്മയുണ്ട്. ലൈക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ, പക്ഷേ ഇൻഹേലർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ അറിയാമല്ലോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂക്കൊലിക്കും, അതുകൊണ്ട് ഈ സാധനം. പിന്നെ ടാൻ ചെയ്ത് കഴിയുമ്പോൾ മുടി ഏത് കോലത്തിലായിരിക്കും എന്നറിയത്തില്ല, അതുകൊണ്ട് മുടിയും താടിയും അന്നേരം ഒന്ന് ചീകാൻ വേണ്ടി. പിന്നെ ഫൈനലി ഇത് ഫുള്ളല്ല, ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റണം. ഇതായിരിക്കും നമ്മുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് അകില് കൊണ്ടുവരും. വീഡിയോ എടുക്കാനും ലൈവ് പോകാനും ഒരുമിച്ച് അവൾക്ക് പറ്റുമെങ്കിൽ അവൾ രണ്ടും ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ മാത്രമേ കാണുള്ളൂ. അന്നേരം അത് കഴിയുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്തെടുത്തു. ഇനിയൊന്നുമില്ല, ഇനി അഖിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അഖിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പമ്പപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ സ്ട്രെച്ച് പാൻറ്റ് പിന്നെ ഡമ്പൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അഖിൽ തന്നെയാണ് കൊണ്ടിരുന്നത്. അഖിലിൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ഇവരെ ആരെയും നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, ഇതെല്ലാം നമ്മുടെ പുതിയ വ്യക്തികളാണ്. ചിട്ടു, നല്ല പേരുകൾ. എന്ത് തോന്നുന്നു? ഒരു മരവിപ്പ്. എനിക്കും അതെ, ഒരു മരവിപ്പ്. പുള്ളി പിന്നെ മെൻസ് ഫിസിക്കലുള്ള ആൾക്കാരെ കണ്ടെന്നേലും പറയാം, ഞാൻ ക്ലാസിക് ഫിസിക്കൽ ഒരു മനുഷ്യനെ പോലും കണ്ടിട്ടില്ല. ഇവിടെ മാസ്റ്റേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിൽ ചില ടോൾ കാറ്റഗറി ഒരു രക്ഷയില്ല, ദൈവമേ. അത് പറഞ്ഞ് അതാണ് ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ. കാരണം ക്ലാസിക് ഫിസിക്കിൻ്റെ ഡിവിഷനൊന്നുമില്ല, ടോളും ഷോർട്ടും ലൈക്ക് എല്ലാ വെയിറ്റും എല്ലാം ഒരുമിച്ചായിരിക്കും, സീനായിരിക്കും. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വാമപ്പൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ. നമുക്ക് ക്ലാസിക്കിന് കുറച്ച് ആൾക്കാർ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ക്ലാസിക് ഫിസിക്കിന് ഒത്തിരി ആൾക്കാരില്ല, അതുകൊണ്ട് എല്ലാം മിക്സാണ്. ടോള് ഷോർട്ട് എനിക്ക് തോന്നുന്നു എല്ലാ വെയിറ്റും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ രണ്ടുപേരെ കണ്ടിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഈ പുള്ളി നമ്മുടെ ക്ലാസിക് ഫിസിക്കാണ്. അതിൻ്റെ പുറകിൽ കുറച്ച് പേര് ഇപ്പോൾ ഉണ്ട്, അവരൊക്കെ ക്ലാസിക് ഫിസിക്കാണ്. അപ്പം ഇവരിൽ എത്ര പേരുണ്ടെന്നൊക്കെ സ്റ്റേജിൽ കയറുമ്പോഴേ ഇനി അറിയാൻ പറ്റുള്ളൂ. അത് ടാനിങ്ങിനെ പറ്റി കുറച്ച് കാര്യം പറയാം. ടാനിങ് പുള്ളിക്ക് ഷോർട്സ് ആണല്ലോ, മെൻസ് ഫിസിക് ആയതുകൊണ്ട്. പുള്ളി പറഞ്ഞത് പുള്ളി ഇന്നർ ഇട്ടാണ് പുള്ളി നിന്നിരുന്നത്, പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ലൈക്ക് നമ്മുടെ സ്ഥാനത്ത് ഒരു സോക്സ് മാത്രമേ ഇടുന്നുള്ളൂ. അതെ, ഒരു സോക്സ് തരും, ആ സോക്സ് മാത്രം ഇട്ട്. അതെ, എന്നിട്ട് ഫുള്ള് സ്പ്രേ ചെയ്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് ഓഫ് ടാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഓക്കെ, ഇനിയിപ്പോൾ ഈ അങ്ങോട്ട് കയറിയിട്ട് ബാക്കി ടാനിങ് കഴിയുമ്പോഴത്തേക്കും ഇനി പറയാം എങ്ങനെ ഉണ്ടായിരുന്നു ഇനി. അന്നേരം പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഇനി നമ്മുടെ കോമ്പറ്റീഷൻ ട്രങ്ക്സ് ഇടാനുള്ള സമയമായിരിക്കും. ആദ്യം നമ്മുടെ അഖിലിൻ്റെ കാറ്റഗറി. അപ്പോൾ നമ്മൾ സ്റ്റേജിനോട് വരെ വന്നിട്ടുണ്ട്. ഞാൻ കമ്പനി സാധനമെല്ലാം നോക്കിക്കൊണ്ട് പുള്ളിയുടെ കൂടെ വന്നിട്ടുണ്ട്. ഇനി എൻ്റെ കാറ്റഗറി വിളിക്കുന്നത് എനിക്ക് തിരിച്ചു ചെല്ലണം. തൽക്കാലം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാം, ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകണം. എങ്കിൽ തേർഡ് അടിച്ചു. നമ്മുടെ ലൈനപ്പ് നീ എടുത്തിട്ടുണ്ടോ? വീഡിയോ എടുത്തിട്ടുണ്ടോ അതിൻ്റെ? ഞാൻ ഇതിലെടുത്തില്ലേ? അപ്പൊ ക്യാമറ എടുത്തില്ലായിരുന്നു? വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു, ലൈവ് കാണും ചിലപ്പോ. ഓക്കെ, അപ്പോൾ അഖിലിന് തേരടിച്ചു, നമ്മൾ മൂഞ്ചി. പിന്നെ ചെറിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലൈക്ക് ഒബ്വിയസ്ലി നമ്മുടെ ഹൈറ്റിൽ മസ്കുലർ ഫ്രെയിം വരണം. പക്ഷേ ഡിവിഷൻസിൽ ഫസ്റ്റ് ടൈം ക്ലാസിക് ഫിസിക്കൽ ആൾക്കാരില്ലായിരുന്നു. ടോട്ടൽ 8 പേരേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെ പ്രായം, പൊക്കം, വണ്ണം ഇതൊന്നും വെച്ചാൽ ഡിവൈഡ് ചെയ്ത് ഫുൾ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ 80 കിലോ, 60 കിലോ, 70 കിലോ, 90 കിലോ. ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിലും പൊക്കം, ഷോർട്ട് എല്ലാവരും ഒറ്റ കാറ്റഗറി തന്നെയായിരുന്നു. പക്ഷേ അതൊന്നും നമ്മുടെ എക്സ്ക്യൂസ് അല്ല. അടുത്ത പ്രാവശ്യം ഇതേ ബോഡിയിൽ നമ്മൾ ഒരു 90 കിലോ മസിൽ ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിരിക്കും, അടിച്ചിരിക്കും. അഖിലിവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഹോട്ടലിൽ ഒരു ടവൽ നശിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ എങ്ങാനും കാശ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അഖിലിനെ കൊണ്ട് അതിൻ്റെ കാശ് മുടക്കിപ്പിക്കുന്നതായിരിക്കും. എന്തേ അതൊന്നും സീൻ കാണത്തില്ല. ഇപ്പം ഞങ്ങളുടെ ഹോട്ടലിലാണെങ്കിലും മിക്കരും ഇത് കഴിയുമ്പോഴത്തേക്കും ടാനൊക്കെ ഉള്ള ടവൽ ഇഷ്ടം പോലെ ഇട്ടാറുണ്ട്. പാവം റൂം ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ. ഫുള്ള് കഴുകി കളയുന്നതിന് മുന്നേ നമ്മുടെ ഫൈനൽ ടാൻ അടിച്ച ബോഡി എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം.
സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. നമുക്കിനി ലണ്ടൻ കാര്യമായിട്ട് ചുറ്റി കാണാം. ഇന്നുമുണ്ട് നാളെ ഉണ്ട് സമയം. അപ്പോൾ ഇനി ഇവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഏതാണ്, അതൊക്കെ ഒന്ന് കുളി കഴിഞ്ഞ് ഒന്ന് റെഡിയായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാൻ പോകാം. പിന്നെ കോമ്പറ്റീഷൻ്റെ കാര്യത്തിൽ എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ലൈക്ക് ഒബ്വിയസ്ലി അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത്ര ആൾക്കാരേ ഉള്ളായിരുന്നുള്ളൂ. ക്ലാസിക് ഫിസിക് അവർ ആദ്യമായിട്ടാണ് ഇവരുടെ ഫെഡറേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ 8-10 പേരെ വന്നുള്ളൂ. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹൈറ്റിൽ എൻ്റെ വെയിറ്റിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറ്റിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, ലെറ്റ്സ് എ എൻ്റെ സെയിം വെയിറ്റ് എന്നെക്കാട്ടിലും ഭയങ്കര ഷോർട്ടായിട്ട് ഒരാൾ, ലെറ്റ്സ് എൻ്റെ ഒരു ഇവിടം വരെ ഉള്ളൂ, ഒരു ചെസ്റ്റിൻ്റെ താഴെ വരെ ഹൈറ്റുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് സെയിം വെയിറ്റ് ആണെങ്കിൽ അറിയാമായിരിക്കുമല്ലോ എന്തെങ്കിലും മസ്കുലാരിറ്റി കാണുമെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെയിം ഫ്രെയിമിൽ ആ ഒരു ഫുള്ള് എല്ലാവരും കൂടെ നിന്നപ്പം നമുക്ക് മനസ്സിലായത് നമ്മുടെ ഹൈറ്റിൽ വന്ന എല്ലാവരും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 83-85 kg ആയിരുന്നു. അപ്പോൾ അവരുടെ മാക്സിമം വന്നൊരു പുള്ളി എന്ന് പറയുന്നത് 93 kg ആയിരുന്നു. അപ്പോൾ അവർക്ക് ആദ്യം കാണുമ്പോൾ ഉള്ളൊരു മാസീവ്നെസ് ഉണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ നമുക്കിനി ഫോക്കസ് ചെയ്യാനുള്ളത് ഇനി എസ്തെറ്റിക്സിൽ മാക്സിമം ഈ ബോഡി ഈ ഫ്രെയിം ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളതിലല്ല, മാക്സിമം മസ്കുലർ സൈസ് ബിൽഡ് ചെയ്ത് ഈ പറഞ്ഞ ഒരു വെയിറ്റ് കാറ്റഗറിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വെയിറ്റ് എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇനിയുള്ള ഗോള്. അപ്പം അതൊരു ലോങ് ടേം ആയിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ വർക്കൗട്ട് നിർത്തി പുതിയതായിട്ടൊരാൾ ജിമ്മിൽ പോയി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ, ലൈക്ക് ഇനി അങ്ങോട്ട് ഞാൻ ഫ്രം ദ ബിഗിനിങ് ചെയ്യാൻ തുടങ്ങുവാണ്. അത് സൈസ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ. അപ്പം നിങ്ങൾക്കും അതിൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പഠിപ്പിച്ച് തരുന്ന രീതിയിൽ ഞാൻ എല്ലാം പറഞ്ഞു തരാം. സോ അറ്റ് ദ മൊമെൻറ്റ് ഞാൻ കുളിക്കട്ടെ, എന്നിട്ട് നമുക്ക് ലണ്ടൻ കാണാൻ പോകാം. കുളി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടപ്പോഴത്തേക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഡെഫിനിഷൻ തോന്നുന്നുണ്ടോ, അതോ ഇപ്പോൾ പമ്പിങ് എല്ലാം കഴിഞ്ഞിട്ടാണെന്നും അറിയത്തില്ല. എനിവേ നമ്മൾ റെഡിയായി ഫൈനലി. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ മര്യാദയ്ക്കൊന്ന് കുളിച്ചു. രാവിലെ ഞാൻ പല്ല് തേച്ചില്ല ഉള്ള കാര്യം പറഞ്ഞാൽ, ചുമ്മാ വാ കഴുകിയേ കാരണം മറ്റേ അല്ലാണ്ട് കഴുകി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ പോകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഒരു പല്ല് തേക്കാത്തതിനൊരു റീസൺ അത്ര തന്നെ. അപ്പം നമ്മൾ ലണ്ടനിൽ പോകാൻ വേണ്ടി റെഡിയായി. ഇനി ഞാനിവിടെ മേടിച്ച് വെച്ചിരുന്ന കുറച്ച് കഴിച്ചിരുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ഇവിടെ പെപ്പേഴ്സിൽ നിന്ന് ഞാൻ ചിക്കൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രൈസും ഉണ്ട്, 2 പീസ് ചിക്കനും ഉണ്ട്. 2 പീസ് ചിക്കൻ ഇപ്പോൾ കഴിക്കണോ വേണ്ടോ എന്ന് ആലോചിക്കണം. നമുക്ക് ലണ്ടനിൽ നല്ല കട ഏതെങ്കിലും ഉണ്ടോ? നമ്മൾ കഴിക്കാൻ കയറുന്നുണ്ടോ അവിടെ? അപ്പം ഞാൻ 1 പീസ് കഴിച്ചാൽ മതി, അതോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ? എത്ര നേരം കഴിഞ്ഞാൽ കഴിക്കാൻ കയറുന്നത്, ഒരു എസ്റ്റിമേറ്റഡ് ടൈം? എന്നാൽ 2 കഴിച്ചേക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമുണ്ട്. പട്ടിണിയായിരുന്നു അവിടെ സ്റ്റേജിൽ കയറുന്നത് തൊട്ട്. പിന്നെ കുറ്റമൊന്നും പറയുന്നതല്ല, അതങ്ങനെയാണല്ലോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എനിക്ക് മാത്രമല്ല. നല്ല വിശപ്പായിരുന്നു. ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വരാമോ? അതിന് എവിടെയാണ് കടയുള്ളത്? ചെന്നിട്ട് വാ, അന്നേരം കഴിച്ചു തരും. ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു തരും, നല്ല വിശപ്പുണ്ട്. രണ്ടുപേരും റെഡിയായി. യൂഷ്വലി പല ദിവസങ്ങളിലും പുറത്ത് പോകുമ്പോൾ ഞാൻ ഇന്ന സമയത്ത് എനിക്ക് ഫുഡ് കഴിക്കണം, എനിക്ക് ഇത്രയും കൂടെ കാലറി ഫിനിഷ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ടയേർഡാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവളെ ബുദ്ധിമുട്ടിക്കാറാണ് പതിവ്. അതുകൊണ്ട് ഇവൾക്ക് പോകേണ്ടത് മിക്കതും നമ്മൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ബട്ട് ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്ക്യൂസും പറയാനില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കാണാൻ പോവുകയാണ്. സോ പറ, ഏതൊക്കെ സ്ഥലങ്ങളാണ് നീ പ്ലാൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പ്ലാനിലുള്ളത് എന്തൊക്കെയാണ്? നമുക്കിന്ന് ഇങ്ങനത്തെ സംഭവം എൻ്റെ സിസ്റ്ററിനോട് ചോദിക്കണേ നല്ല. ദർ ഇസ് ദിസ് സെന്തോസ് ഗാർഡൻ, സ്കൈ ടോപ്പ്, ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ നിന്നൊരു ഗാർഡൻ ഉണ്ട്. സോ യു ക്യാൻ സീ ദ ഹോൾ വ്യൂ ഓഫ് ലണ്ടൻ. അത് ഫ്രീ ആയതുകൊണ്ട് അവിടെ പോകണമെന്നുണ്ട്. ദെൻ ഐ വോണ്ട് ടു സീ ലണ്ടൻ ബ്രിഡ്ജ് വേറെ, ടവർ ബ്രിഡ്ജ് വേറെ. എപ്പോഴും എല്ലാവരും ടവർ ബ്രിഡ്ജിനാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, പക്ഷേ രണ്ടും 2 സാധനങ്ങളാണ്. അത് കാണണം. ദെൻ ബോറോ മാർക്കറ്റിൽ പോകണം, ഇന്നലെ പോകാൻ പറ്റിയില്ല, അപ്പോൾ അവിടെ പോകണം. അങ്ങനെ കുറച്ച്, സത്യം പറഞ്ഞാൽ നടന്നു പോകുമ്പോൾ തന്നെ കുറേ സംഭവമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് പോവാം. ലെറ്റ്സ് സീ. സ്ഥലത്തിൻ്റെ പേരൊക്കെ ഇവള് പറഞ്ഞതാണെങ്കിലും നേരത്തെ ലണ്ടനിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ജസ്റ്റ് പ്ലാനിട്ടവരുടെ കൂടെ അങ്ങനെ പോകുന്നു. അതല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതിങ്ങനെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും
ട്രാവലിങ്ങിൻ്റെ കേസിൽ ഞാനത്ര നല്ലതല്ല. ബിക്കോസ് ഞാൻ യൂസ്ഡ് ടു ആയിട്ടുള്ളതെന്ന് വെച്ചാൽ കൂടുതലും വീട്ടിൽ ഇരിക്കുക, നമ്മൾ ഫുഡ് കഴിക്കുക, ആ ഒരു മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്തിരിയും കൂടി യൂസ്ഡ് ടു ആയിട്ടുള്ളതും അറിവുള്ളവരും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ അങ്ങ് പോകും. പിന്നെ ഇന്നലെ മാത്രം പിന്നെ ഭാഗ്യത്തിന് വഴി കറക്റ്റ് അവസാനം ചെന്നുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ പുൽമേട് ഇതിൽ ബസ് കയറാൻ വേണ്ടി പോയ അതെ കറക്റ്റായിരുന്നു. പക്ഷെ നമ്മൾ പകുതിക്ക് എന്നത്തേക്കും എനിക്ക് വഴിയില്ല അതിൽ. അത് ആ പുൽമേടായോണ്ടാണ്. ലൈക്ക് നമുക്ക് അറിയത്ത് പോലും ഈ ട്രാം പോലത്തെ ബസ് വേല നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ പഴയ ഇടുക്കിയിലെ റോഡുകളിൽ എന്ന് വെച്ചാൽ പണ്ടത്തെ വരെ പക്ക ഇങ്ങനെ എന്നാ പറയുന്നത് ഫുള്ള് പുല്ല്, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറിയ ആൾക്കാർ നടന്നുണ്ടായ ചെറിയൊരു പാത്വേ അതുപോലത്തെ ഒരു സ്ഥലം. അപ്പം നമുക്ക് ഇറങ്ങാം. എനിക്ക് ടാറ്റ പറഞ്ഞു പോകുന്നു, ഞാനും വരുന്നു. ഞങ്ങൾ ഏതോ ഒരു മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ കുറേ ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. എനിക്ക് ഓൾറെഡി ഒരു ഹാഫ് ചിക്കൻ മേടിച്ച് തന്നിട്ട് എന്നിട്ട് ഞാൻ കഴിക്കണ്ട, ഇവൾ ഒറ്റയ്ക്ക് കഴിച്ചോളാന്ന്. എന്നൊക്കെയാ കഴിക്കണ്ടേ? എനിക്കറിയത്തില്ല അവിടെ എന്താ ഉള്ളത്. ഐ എം ഗോയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ബട്ട് നല്ല ചൂട് പൊറോട്ടയും ബീഫും കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഇറ്റ്സ് മോർ ലൈക്ക് സ്ട്രീറ്റ് ഫുഡ് പോലെയാണ്. പക്ഷെ ഐ തിങ്ക് ഇന്ത്യൻ ഫുഡ് വല്ലതും ഉണ്ടോ, വല്ല ചാട്ടൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ്. അല്ല പക്ഷെ കാബച്ചിനല്ല, സമൂസ ചാട്ട് നൈസാണ്. പിന്നെ എനിക്കിപ്പോൾ കൂടുതലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാനാണ് തോന്നുന്നത്. എനിക്ക് നാട്ടിലെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കപ്പ ബിരിയാണിയൊക്കെയാണ്. അങ്ങനെയും നാളെ കഴിക്കാം. അതവിടെ മറ്റേ അമാഫിയും അല്ലല്ല, ഇവിടുത്തെ കടകളിലെ സെയിം ടേസ്റ്റ് കിട്ടത്തില്ല. കാരണം ആ ബീഫിന് അതേ ടേസ്റ്റ് അല്ല ഇവിടെ. അപ്പോൾ എല്ലുകറി എന്നൊക്കെ പറയുന്നതിന് നാട്ടിലാണ് നല്ല ചെണ്ടൻ കപ്പയും എല്ലുകറിയും അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് മുളക് പൊട്ടിച്ചത്, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ പൊറോട്ട ബീഫ്. ഇത് സാമ്പാറിൻ്റെ ആളാണ്. എനിക്ക് പൊറോട്ട ബീഫും അങ്ങനെ അത്രയും ലൈക്ക് ഇപ്രാവശ്യം പോയപ്പോഴും ഞാൻ അങ്ങനെ കഴിച്ചില്ല. ദുബായിലൊക്കെ നല്ല ഫുഡ് കിട്ടും. ബട്ട് എനിക്ക് കൂടുതൽ എന്താ പറയുക ചോറും സാമ്പാറും. എനിക്ക് സദ്യയുടെ ആളാണ്. മൈ ഫേവറേറ്റ് സദ്യ എത്ര എല്ലാ ദിവസവും തന്നെ ഞാൻ എടുത്ത് കഴിക്കും. എനിക്ക് വെജീസിനോടാണ് ഭയങ്കര താല്പര്യം. നമുക്ക് നേരെ തിരിച്ച് ചിക്കൻ എനിക്കറിയത്തില്ല. ഇവിടെ വന്ന് കഴിച്ച് ചിക്കൻ ഇല്ലാണ്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തുകൊണ്ടല്ല, കമ്പാരിറ്റീവ്ലി ചീപ്പർ ഓപ്ഷൻ ആയതുകൊണ്ടാണ് ചിക്കൻ യൂസ്ഡ് ടു ആയിരിക്കുന്നത്. സീ ഫുഡും ഭയങ്കര ഇഷ്ടമാണ്. സീ ഫുഡ് ലൈക്ക് ഇപ്രാവശ്യം പോയപ്പോൾ ഞണ്ട് കറിയെല്ലാം ഉണ്ടാക്കി. ഞണ്ട് എനിക്ക് ഇഷ്ടമാണ്. പ്രോൺസ്, പിന്നെ അല്ലാണ്ട് മത്തി, അങ്ങനത്തെ സംഭവം ഞാൻ കുറേ കഴിക്കും. നമുക്ക് 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം റിട്ടേണും ഒരെണ്ണം അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ടാപ്പ് They're like so reserved in the sense, എന്താ പറയുക, അവരുടെ കാര്യം. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ലണ്ടൻ ബ്രിഡ്ജ്. വീണ്ടും പ്രാവ്, ദ മെയിൻ ക്യാരക്ടർ. Please hold the moving handrail and face the direction of travel. ആ ലിഫ്റ്റ് കൊള്ളാമല്ലേ, അവിടെ കാണുന്നത് ആ ഗ്ലാസിൻ്റെ ആ ലിഫ്റ്റ് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇവളെൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഓർത്താൽ ഞാൻ ഈ താഴെ വരെ എത്തിയത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങ് മേളിൽ നിന്ന് വരുന്നേ ഉള്ളൂ. ആർക്കെങ്കിലും വൈൻ വേണം? ഇന്ന് നമ്മുടെ വെള്ളം കൂടി കുറവാണെന്നറിയാമല്ലോ, അതുകൊണ്ട് ഒരു ഡീഹൈഡ്രേറ്റഡ് ഫീലുണ്ട്. സോ തേങ്ങാവെള്ളമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ വൈറ്റാക്കൊക്ക അതോ വീറ്റാക്കൊക്ക എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, എന്നാലും വൈറ്റാക്കൊക്ക കോക്കനട്ട് വാട്ടർ. ഇത് വലിയ പാക്കറ്റ് നോക്കിയാണ് വന്നത്. പിന്നെ നമ്മളിപ്പോഴും ഇവിടെ സ്റ്റേഷനകത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ അധികം ഷോപ്പുകളില്ല. അപ്പോൾ കിട്ടിയ ഷോപ്പിൽ ചെറുതേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പം തന്നെ കുടിച്ച് തീർക്കണം, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. ബാക്കി എൻ്റെ ഔട്ട്വേർഡ്, ഞാൻ പോട്ടെ. പോക്കറ്റ് ഇട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ബാഗിനകത്ത് തപ്പുക. നമുക്ക് സ്റ്റെപ്പൊന്നും കൗണ്ട് ചെയ്യേണ്ടതായിരുന്നില്ല, പക്ഷേ ഫിനിഷായി. നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാൻ ബോദർ ചെയ്യുന്നൊന്നുമില്ല. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് കട്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബൾക്കിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞാനൊരു പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അധികം താമസിക്കാതെ.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 10,000 നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ 10,000 ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കാര്യമില്ല. സോ കഞ്ചാവിൻ്റെ മണം. കൊച്ചി എത്തി. അവളുടെ സ്കൂൾ ഫ്രണ്ടിനെ കണ്ടുമുട്ടി. അപ്പം നമ്മളെ മറന്നു. നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല. ചുമ്മാ പറഞ്ഞാണ്, മൈൻഡ് ചെയ്യുന്നുണ്ട് എങ്കിലും അവരൊരുമിച്ചുള്ള ടൈം സ്പെൻഡ് ചെയ്യട്ടെ. ഇപ്പുറത്ത് കാണുന്നത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ടു ബി. അധികം താമസിക്കാതെ അവരുടെ കല്യാണം കഴിയുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ടു ദം. ഇവിടെ നിന്ന് തന്നെ ഞാൻ ഈ ക്യാമറയിൽ നിങ്ങളോട് പറയുന്നു, അവരോട് പറഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ, നമ്മളെപ്പോഴും ടവർ ബ്രിഡ്ജ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം നല്ല മഴയാണ്. ഇത് ക്യാമറയുടെ മാക്സിമം സൂമാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ പോയിന്റ് ചെയ്യുന്ന അവിടെ കിടക്കുന്നൊരു ബോട്ടുണ്ടല്ലോ, അത് ഊബർ ബോട്ടാണ്. നമ്മൾ സാധാരണ ഊബർ വണ്ടി വിളിക്കുന്ന പോലെ തന്നെ ഇവിടെ ബോട്ടുണ്ട്. ഊബർ ചിലടത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഹെലികോപ്റ്റർ വരെ ഊബർ കിടക്കുന്നുണ്ട്. ഇതാണ് ടവർ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ടവർ ബ്രിഡ്ജ്. ഇപ്പം എടുത്ത് മാറ്റേണ്ടി വരും. വെട്ടം മുഖം കിട്ടുന്നില്ല. നീ എന്തോ കുറ്റം ചെയ്ത പോലെ അയ്യോ എന്നൊക്കെ നീ പറഞ്ഞോ. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. നമ്മളെപ്പോഴും അവിടെ ഇരിക്കണ ടവർ ബ്രിഡ്ജിനെയാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. പക്ഷേ അല്ലേ, ഇതാണ് സംഭവം. എന്ത് ഭംഗിയുള്ള ഒരു സംഭവമാണ്. നമ്മൾ കഴിക്കാൻ വന്നതിൽ ഈ പുള്ളിയുടെ റെക്കമെൻഡേഷനിലാണ്. നിങ്ങളെന്താ റെക്കമെൻഡ് ചെയ്യുന്നത്? ഇവിടെ നിനക്ക് കഴിച്ചിട്ടുണ്ട്? ഞാൻ മന്തി കഴിച്ചിട്ടുണ്ട്. ഞാൻ ലാമ്പ് മന്തി കഴിച്ചിട്ടുണ്ട്. ഓ, ലാമ്പ് മന്തി ആയിട്ടുണ്ടായിരുന്നു ഇവിടെ. ലാമ്പ് മന്തി ഉണ്ട്, ലാമ്പ് ഹനീസ് ഉണ്ട്. ഓക്കെ, മന്തി ഞാൻ കഴിച്ചിട്ടുണ്ട്. ട്രൈ ഹനീസ്. രണ്ടും കുക്കിംഗ് പ്രിപ്പറേഷൻ വ്യത്യാസമുണ്ട്. ഓക്കെ. ചിക്കൻ മന്തി എന്നല്ല, ചിക്കൻ. ഒരു വലിയ മെനു കിട്ടിയിട്ടുണ്ട്, ബൈബിൾ പോലത്തെ ഒരു മെനു. അപ്പോൾ നമുക്ക് ഫുഡിന് ഇനി പ്രിസ്ക്രിപ്ഷൻസ് ഒന്നുമില്ല, ലൈക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. സോ ആസ് മച്ച് ആസ് പോസിബിൾ പറ്റുന്നത്ര തന്നെ നമ്മൾ ആരോടാണ്, എന്നോടാണോ പറ്റുന്നത്ര ഞാൻ ഒന്ന് ഡ്രിങ്ക്സ് നോക്കാം, ഡെസേർട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നോക്കാം. മോസ്റ്റ്ലി ലാമ്പിൻ്റെ ഏതൊരു ഐറ്റത്തിലോട്ട് പോകും. മിക്കവാറും ലാമ്പ് മന്തി ഉണ്ട്, അത് തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത്. വേറെ എന്തൊക്കെയോ ഇവിടെയുണ്ട്, ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് പറ്റുന്നത്ര ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ആ ഒരു ചിക്കൻ അല്ലാണ്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ടൊരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് മാക്സിമം എമൗണ്ട് ഉള്ളേക്കൂട്ട് ഫുഡ് തന്നെ മേടിക്കണം. നമ്മൾ ആസ് യൂഷ്വൽ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ ലാമ്പ് ഓർഡർ ചെയ്തു. പിന്നെ നല്ല തണുപ്പും മഴയായതുകൊണ്ട് ഒരു ചായ ഓർഡർ ചെയ്തു. അവൾ എന്ത് ഓർഡർ ചെയ്തു? അവൾ ചായ ഓർഡർ ചെയ്തു, ചിക്കൻ മന്തി ഓർഡർ ചെയ്തു. അവിടെ അങ്ങനെ തന്നെ ഇവിടെ ഞാൻ എന്ത് ഓർഡർ ചെയ്തു അതാണ് അവിടെ ഓർഡർ ചെയ്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ എല്ലാം നല്ല വെട്ടമുള്ളത് കൊണ്ട് നമുക്ക് കളർ ഗ്രേഡിങ്ങും എളുപ്പമാണ്, ആ ഒരു സിനിമാറ്റിക് ലൈറ്റ്സ് കിട്ടാനും എളുപ്പമാണ്. ഇനി ഈ ഒരു പോയിന്റിൽ ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എക്സാക്ട്ലി എന്താണ് കോമ്പറ്റീഷൻ സംഭവിച്ചത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇനീഷ്യലി ഞാൻ അപ്ലൈ ചെയ്തിരുന്നത് ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയാണ്, ഫസ്റ്റ് ടൈമേഴ്സ് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി. പക്ഷേ അത് കഴിഞ്ഞ് അവർ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമേഴ്സ് ക്ലാസിക് ഫിസിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുവരെ ക്ലാസിക് ഫിസിക് ഇല്ലായിരുന്നു. അപ്പോൾ ക്ലാസിക് ഫിസിക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഒബ്വിയസ്ലി അറിയാമല്ലോ, എനിക്ക് ചിങ്ങുള്ള ലെഗ്സ് എക്സ്പോസ് ചെയ്യണം, എന്നാൽ ഭയങ്കരമായിട്ടും പ്യുവർ ബോഡി ബിൽഡിംഗ് എന്നുള്ളതല്ലാണ്ട് ആ ഒരു ക്ലാസിക് ആ പോസുകളെല്ലാം കാണിക്കണമെന്നുണ്ടായിരുന്നു. വാക്വം അതിനെല്ലാം ബേസ് ചെയ്ത് നല്ലത് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലാസിക് ഫിസിക് ചൂസ് ചെയ്തു. പക്ഷേ ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാറ്റഗറി ആയിരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ അതിൽ കയറിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ലെറ്റ്സ് മെൻസ് ഫിസിക് ആണെങ്കിൽ ഒരു 40-50 പേരോ അല്ലെങ്കിൽ 100 പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ടോൾ ഡിവൈഡ് ചെയ്തു, ഷോർട്ട് ഡിവൈഡ് ചെയ്തു, വെയിറ്റ് കൂടുതലുള്ളവരെ മാറ്റി, വെയിറ്റ് കുറച്ചുള്ളവരെ മാറ്റി. അപ്പോൾ ഒരു മിനിറ്റ്, നമുക്ക് ട്രെയിനകത്ത് കയറിയിട്ട് ബാക്കി പറയാം. അതെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്യാമറ.
അവിടെ ഇരി, ഞാൻ എൻ്റെ കഥ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ, അതായത് അത്രയും ആൾക്കാരുണ്ടായിരുന്നു മെയിൻസ് ഫിസിക്കിനൊക്കെ. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഓവറോൾ മൊത്തം, ഇത് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഓവറോൾ ക്ലാസിക് ഫിസിക്കിൽ എല്ലാം കൂടെ 10-12 പേരെ ഉള്ളായിരുന്നുള്ളൂ മൊത്തം അപ്ലൈ ചെയ്തിരുന്നത്. അതായത് മൊത്തം കാറ്റഗറി, മൊത്തം ഹൈറ്റ്, മൊത്തം വയസ്സ് എല്ലാം കൂടെ നോക്കുമ്പോഴും 12 പേരെ അപ്ലൈ ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഈ 12 പേരെ ഡിവൈഡ് ചെയ്യാൻ നോക്കിയാൽ പോലും ഇപ്പം എങ്ങനെ, ഞാനവിടെ ചെന്നതിൽ എൻ്റെ ഹൈറ്റിൽ എൻ്റെ വെയിറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്നെക്കാട്ടിലും സീനിയേഴ്സുമാണ്, എന്നെക്കാട്ടിലും വെയിറ്റും കൂടുതലാണ്. പിന്നെ എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാൾ 150 സെൻറ്റിമീറ്ററോ അത്രയും ചെറുതാണ്, ഭയങ്കര ഷോർട്ടാണ്. പുള്ളിയാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഒബ്വിയസ്ലി എൻ്റെ ഹൈറ്റിൽ ഞാൻ 70 kg നിൽക്കുമ്പം 150 സെൻറ്റിമീറ്ററിൽ 70 kg നിൽക്കുക എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഹൈറ്റിൽ പുള്ളി ഓവർ പവേർഡാണ്. പുള്ളിയുടെ മസിൽസ് ഒബ്വിയസ്ലി മച്ച് തിക്കറായിട്ടൊന്നല്ല, പുള്ളി അത് പണിയെടുത്തിട്ടാണ് ഉണ്ടായത് എങ്കിലും, ബട്ട് സ്റ്റിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ലൈക്ക് മിക്കർക്കും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഏജിൻ്റെ ആ ഒരു മെച്യൂരിറ്റിയും, പിന്നെ അത് കൂടാതെ വെയ്റ്റിൻ്റെ മെച്യൂരിറ്റി. വെയ്റ്റിലാണ്, ആ വെയ്റ്റിനുണ്ടായിരുന്ന സൈസിലാണ് എനിക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത്. കാരണം 85-90 kg അത്രയും സൈസിൽ നിൽക്കുന്ന ആൾക്കാർ, അതും മസിൽ സൈസിൽ കട്ടിങ് കഴിഞ്ഞിട്ട് അത്രയും വെയിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ. കാരണം വെയ് ചെയ്തായിരുന്നു എല്ലാവരും. ആദ്യം ഓർത്തിരുന്നത് ലൈക്ക് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ ഓർത്ത് വെയ് ചെയ്തിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാൽ മനസ്സിലായി ഒത്തിരി ആൾക്കാരില്ലെന്ന്. പക്ഷെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇതൊക്കെ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ വന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇതിപ്പം WNBF ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. 12 പേരിൽ ഓരോരുത്തരും ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് മാത്രം ഫസ്റ്റ് പ്രൈസ് തന്നു വിട്ട് അവർക്കൊരാൾക്ക് ഫസ്റ്റ് പ്രൈസ്, അങ്ങനെ ഡിവിഷൻ വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ 2 പേരൊക്കെ കാണുകയുള്ളൂ ഒരു ഡിവിഷൻ്റെ അകത്ത്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കൊടുത്ത് വിടേണ്ടി വരും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇത് ഫസ്റ്റായിരുന്നു. നമ്മൾ പെർഫോം ചെയ്യാനുള്ള അടിപൊളിയായിട്ട് ചെയ്തു. ഈവൻ പോസിങ് ആണെങ്കിലും ഞാൻ പ്രതീക്ഷയില്ല ഞാൻ അത്ര അടിപൊളിയായിട്ട് ചെയ്യുമെന്നുള്ള, അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. ഇനിയിപ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇതൊക്കെ പോട്ടെ, അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനെ ഡിവിഷൻസ് ഒന്നും ഇല്ലായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോട്ടെ, നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളിലോട്ട് കിടക്കാം. അതായത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അത്രയും പേര് നിന്നതിൽ എനിക്ക് പേഴ്സണലി എന്തായിരുന്നു കുറവുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പേര് നിന്നതിൽ പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്ന് എൻ്റെ മസിൽ സൈസസ്. ഒബ്വിയസ്ലി 70 kg നിന്ന് 90 kg വരെയുള്ള ആ ഒരു ഡിഫറൻസിലുള്ള സൈസ് ഡിഫറൻസ്. എൻ്റെ ഫ്രെയിമിൽ ഞാൻ ഭയങ്കര എസ്തെറ്റിക് ആയിരുന്നു. എസ്തെറ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ ആ പോസിങ് സ്റ്റൈല്, അല്ലെങ്കിൽ വാക്വം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രയേഷൻസ്, അതെല്ലാം ഭയങ്കര ഒരു എസ്തെറ്റിക് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവരുടെ അത്ര മാസീവ്നെസ് ഇല്ലായിരുന്നു. സോ നമ്മളിനി അതിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. 70 kg എന്നുള്ളത് നമ്മളൊരു 80-85 ഏറ്റവും മിനിമം, മാക്സിമം പുഷ് ചെയ്താൽ 90 അല്ലെങ്കിൽ 95. ഇത് ഞാൻ പണ്ടൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ അന്നേരം ഞാൻ ബൾക്കിങ് ഇച്ചിരി ഫാസ്റ്റായിട്ട് ഒരു 2-4 kgs എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ഈ പ്രാവശ്യം ഇച്ചിരി കൂടെ സ്ലോ ആയിരിക്കും, 1-2 kg. ആ ടാർഗറ്റിൽ എത്ര നാളുകൊണ്ട് അച്ചീവ് ചെയ്യുന്നു അന്നായിരിക്കും എൻ്റെ അടുത്ത കോമ്പറ്റീഷൻ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ബാക്കിലോട്ട് നിന്ന മസിലുകൾ, ലെറ്റ്സ് സേ ചെസ്റ്റ് ഉണ്ടായിരുന്നു, ലെഗ് നല്ല രീതിയിലുണ്ടായിരുന്നു, പിന്നെ ഡെൽസ് ഓക്കെയാണ്, ബട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ബാക്കി വലിയ സീനില്ലായിരുന്നു, കമ്പാരിറ്റീവ്ലി അവരുമായിട്ട് പിടിച്ചു നിന്നിരുന്നു. പക്ഷേ ബാക്കി എല്ലാ മസിൽ ഗ്രൂപ്പുകളും 70 kg നിൽക്കുന്നിടത്തു നിന്ന് ഈ പറഞ്ഞ 85 അല്ലെങ്കിൽ 90 ഞാൻ പുഷ് ചെയ്ത് വരുമ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ട മസിൽ ഗ്രൂപ്പുകളാണ് ഈ മസിൽ ഗ്രൂപ്പുകളെല്ലാം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പുതിയ സീരീസിൽ ഒബിയസ്ലി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഫ്രം ദ ബിഗിനിങ് നമ്മൾ പഠിച്ചു വരുന്നതുമായിരിക്കും. എന്നാൽ അതേസമയം ഞാനിത് മസിൽ ബിൽഡ് ചെയ്യുന്നതുമായിരിക്കും. സോ ഒബ്വിയസ്ലി ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി തന്നെ എക്സ്പെരിമെൻറ്റും ചെയ്യാം. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഫുഡാണെങ്കിലും സ്ലീപ്പിൻ്റെ ടൈം ആണെങ്കിലും ഇതെല്ലാം, ഈവൻ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ട്രെയിനിങ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരെ ഞാൻ സെയിം പാറ്റേണാണ് ഫോളോ ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി ലേറ്റർ ഓൺ നിങ്ങൾക്ക് ഒരു ഇത് വേണം, ഗൈഡൻസ് വേണം തോന്നിയാൽ മാത്രം എൻ്റെ അടുത്ത് പേഴ്സണൽ ട്രെയിനിങ് വരിക. ഇതിൽ പേഴ്സണൽ ട്രെയിനിങ് വേണ്ട കാര്യമില്ല. ഞാൻ ഇത് തന്നെയാണ്, ഇതിൽ ഞാൻ എന്താണ് പറഞ്ഞു തരാൻ പോകുന്നത് അത് തന്നെയാണ് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിക്കാനും പോകുന്നത്. സോ നിങ്ങൾ കാശ് മുടക്കി വെറുതെ വരണമെന്നില്ല. എനിക്കാണെങ്കിലും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ നിങ്ങളിതെല്ലാം മനസ്സിലാക്കി ഒരു പോയിന്റ് എത്തിയിട്ട് നിങ്ങൾക്ക് എന്നിട്ട് അനക്കോ ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിയാൽ നിങ്ങൾ എവിടെയെങ്കിലും ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോയെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളെടുത്ത് പേഴ്സണൽ ട്രെയിനിങ് വന്നാൽ മതി. അപ്പം വെയിറ്റ് ചെയ്യുക. നമുക്കിനി ഒരു 2 വീക്സിലത്തേക്ക് എനിക്ക് വർക്കൗട്ട് എന്ന് പറയാൻ മെയിൻ വർക്കൗട്ടുകളില്ല. പക്ഷേ ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് കവർ ചെയ്യാനുള്ള കുറച്ച് മെയിൻ ടോപ്പിക്കുണ്ട് ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ. ആ ഒരു ടോപ്പിക്ക് ഈ ഒരു ടൈം കൊണ്ട് ഫുള്ള് ഞാൻ പഠിപ്പിച്ചു തരാം.
എനിവേ നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞു. അടുത്ത ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ ലെറ്റ് സി. നമ്മളിപ്പം ഒരു ട്രെയിനിൽ കയറി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ എത്തുമ്പം ഞാൻ കാണിക്കാം എവിടെയാണെന്ന്. എനിക്കൊരു ഐഡിയ ഇല്ല, ഞാൻ ജസ്റ്റ് അവരുടെ കൂടെ ഇരുന്ന് പോകുന്നു എന്ന് മാത്രം. ഇത് പാവങ്ങളുടെ ഗോസ്റ്റ് റൈഡർ, എൻ്റെ കോഫി വിത്ത് ഷുഗർ. അങ്ങോട്ട് പോയതിനേക്കാളും തിരിച്ച് നമ്മൾ പെട്ടെന്നെത്തി. ബിക്കോസ് തിരിച്ച് ഞാൻ വരുന്ന വഴിക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് വന്നത്. അതിൽ എൻ്റെ ക്യാമറ A7 III, സോണി A7 III, അത് C ടൈപ്പ് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് നേരെ ഐഫോണിൽ കണക്ട് ചെയ്താൽ എനിക്ക് ഡയറക്റ്റ് ക്ലാരിറ്റി കുറയാതെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് അവിടുന്ന് ലൈറ്റ് റൂമിലിട്ടു, എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് രാത്രിയിൽ അങ്ങോട്ട് സ്ട്രൈറ്റ് നമ്മുടെ ഹോട്ടലിലോട്ട് പോകേണ്ട ബസ്സുകൾ ഇനിയില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നടക്കണം. വേറൊരു റൂട്ട് എടുത്തിരുന്നെങ്കിൽ അറൗണ്ട് 20-25 മിനിറ്റ്സ് നടക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇവളുടെ ഐഡിയയാണ്. എവിടെയാണ് അവൾ? ഇവിടെയുണ്ട്, കൈപ്പുറത്തുണ്ട്. അയ്യോ, നീ അതിനകത്ത് കാണാമായിരുന്നു. എനിക്കിതിനെ കാണത്തില്ലായിരുന്നു. മറ്റേ ലൈറ്റ് അടിച്ചിട്ട് ഇരുത്തുന്നു. സോറിയോ? സോറിയും താങ്ക് യു എല്ലാം ഇവിടുത്തെ ഒരു എല്ലാ കാര്യത്തിനും നമ്മളത് പറഞ്ഞിരിക്കണം. സോ ഓൾമോസ്റ്റ് നമ്മൾ വീട്ടിലെത്താറായി. വരുന്ന വഴിക്ക് നമ്മൾ ഐസ്ക്രീം പോലത്തെ കുറച്ച് സാധനങ്ങൾ അവരോട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ചായയാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ചായ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സാധാ കാപ്പി മേടിച്ചു, കട്ടൻ കാപ്പി. നാളെ നമുക്ക് ഉറപ്പായിട്ട് ആലിയ ഭട്ടിൻ്റെ ആ കേക്ക് ട്രൈ ചെയ്യണം. ആലിയ ഭട്ടിൻ്റെ കേക്കോ? ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്ക് ഫ്രം ലെറ്റോ കഫേ. ഓക്കെ, നീ എന്നാ മേടിച്ചേ? ഫെറേറോ ജെലാറ്റോ. അത് തന്നെയാണോ പ്രൊനൗൺസിയേഷൻ? എനിക്ക് തോന്നുന്നു വേറെ ഈ ബിൽഡിങ്സ് ഒക്കെ കാണിച്ചു കൊടുത്ത് ശരിക്കും പഴഞ്ചൻ ബിൽഡിങ്സ്. ഇവിടെ ഗൈസ് ഈ ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ലൈക്ക് ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് ഏരിയ ആണ്. ലൈക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് താമസിക്കണ. ലൂട്ടൺ എന്ന് വെച്ചാൽ ലണ്ടനിലെ ഏറ്റവും വേസ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ വന്ന് നോക്കിയിട്ട് ലൈക്ക് അടിപൊളി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീമായിട്ട് എൻവയോൺമെൻറ്റ് നശിപ്പിച്ചിട്ടുമില്ല, എന്നാൽ അത്യാവശ്യം ഓക്കെയാണ്. അങ്ങനത്തെ ഒരു വൈബ്. അതുപോട്ടെ. എനിവേ സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് തൽക്കാലം നമ്മളിവിടെ കൊണ്ട് നിർത്തുകയാണ്. കാരണം ഇതിനി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനൊന്നുമില്ല. നമ്മുടെ കോമ്പറ്റീഷൻ കഴിയാനുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി തീരുമാനിക്കാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇനി അടുത്ത ഗോളെന്ന് പറയുന്നത് എൻ്റെ ബോഡി ഹൈറ്റിൽ ഇത്രയും മസ്കുലാരിറ്റി പോരാ. സോ എൻ്റെ ഫ്രെയിം നിറഞ്ഞു നിൽക്കണമെങ്കിൽ എനിക്ക് വേണ്ട മസ്കുലാരിറ്റി എന്തരെയാണോ അപ്പോൾ അത്രയും നമ്മൾ പുഷ് ചെയ്ത് നമ്മൾ സൈസ് കയറ്റാൻ പോവാണ്. അപ്പം അതവരെന്നാളും കമൻസിലിടുമല്ലോ. കമൻസിലിടുക, ലെറ്റ് മീ നോ. ആ ഒപ്പീനിയൻ അങ്ങനെ. എന്നാൽ നമുക്ക് ഇവിടെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നമുക്ക് നോക്കാം. ഞാൻ ആ ഫുൾ കോമ്പറ്റീഷൻ അയ്യോ, ഒരു മിനിറ്റ് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. എല്ലാവരുടെയും എല്ലാ കാറ്റഗറീസ് ഇനീഷ്യലി തുടങ്ങി 4 മണിക്കൂറത്തേക്കുള്ള എല്ലാ കാറ്റഗറീസും ഞാൻ കണ്ട്. അതിൽ സത്യം പറഞ്ഞാൽ ഒരു ഫെയർനെസ് ഉണ്ടായിരുന്നു. ലൈക്ക് സെയിം ഹൈറ്റ് ഉള്ള ആൾക്കാർ, സെയിം ഏജ്, സെയിം വെയിറ്റ്, എല്ലാവർക്കും സെയിം ലുക്കാണ്. അതിൽ മീൻസ് ഏറ്റവും നല്ല എന്താ പറയുക, ഒരു മസിൽസ് ഉള്ള ആൾക്കാർക്ക് കിട്ടി പ്രൈസ്. ഗാബിച്ചിന് വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ഹൈറ്റ്, ഡിഫറെൻറ്റ് സൈസ്, ഡിഫറെൻറ്റ് ആ ഏജും എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു കാണുമ്പോഴേ. അപ്പോൾ ലൈക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കായിരുന്നു കൂടുതൽ ബിൽഡപ്പ്. അയാൾ വിൻ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ബട്ട് ഒരു യൂണിഫോമിറ്റി ഇല്ലായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പാർട്ട് ഹി വാസ് വെരി ഗുഡ്. ഗാബിച്ചിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് കൈയടിക്കാൻ തുടങ്ങി. അത്രയും ഗ്രേസ്ഫുൾ ആയിട്ടാണ് ചെയ്തത്. സോ വെരി ഗുഡ്. പാപ്പിച്ചായ ഞങ്ങളുടെ കണ്ണിൽ ഉണ്ണിയാണ്. ആ സ്കീം മറ്റേ പറഞ്ഞു പഠിപ്പിച്ച പോലെ ഉണ്ടല്ലേ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതല്ല, അവളുടെ തന്നെ അവളുടെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. അപ്പം ലേഡീസിൻ്റെ കാറ്റഗറി ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു, അവരും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പം ഫൈനലി എനിക്ക് പറയാനുള്ളത് ബിഫോർ എൻഡിങ് ദിസ് വ്ലോഗ്, ഞാൻ എൻ്റെ പുതിയ സീരീസിനെ പറ്റി ഞാൻ പറയാം. എനിക്ക് ഇതിനിടയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ് ബിക്കോസ് ഇതാണ് വ്ലോഗിൻ്റെ എൻ്റെ. അപ്പം പറയാനുള്ളത് പുതിയ സീരീസിൻ്റെ മെയിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പുഷ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഞാൻ പുഷ് ചെയ്യുമ്പം ഇപ്പം ഞാൻ ചെയ്ത പോലെ ലാസ്റ്റ് കോമ്പറ്റീഷന് വേണ്ടി ചെയ്ത ആ സെയിം ഇൻറ്റൻസിറ്റിയിലല്ല ചെയ്യാൻ പോകുന്നത്. പകരം ഞാനിപ്പം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ലൈക്ക് എ ബിഗിനർ. ഞാനിപ്പോൾ ജിമ്മിൽ ഇന്നേ വരെ പോയിട്ടില്ല എന്നൊരു കേസാണെങ്കിൽ ഞാൻ എന്തിൽ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ തുടങ്ങി വെക്കും, എങ്ങനെയായിരിക്കും എൻ്റെ ഫുഡും കാര്യങ്ങളും, ഞാൻ റെസ്റ്റ് ടൈം എങ്ങനെയായിരിക്കും എടുക്കുന്നത്, ഈ വർക്കൗട്ട് എനിക്ക് സൂട്ടബിൾ ആണോ എന്ന് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഡയറ്റിൽ എപ്പോഴൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അതുപോലെ സ്ലീപ്പ് ആൻഡ് റിക്കവറി പ്രോപ്പർ ആണെന്ന് എങ്ങനെയാണ് അറിയുന്നത്, സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ടോ, വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് എടുക്കണോ, ഇതൊന്നും എടുക്കാതെ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം, ആസ് മച്ച് ആസ് പോസിബിൾ മാക്സിമം സപ്ലിമെൻറ്റ്സ് ഇല്ലാതെ തന്നെ ഇതെല്ലാം പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ ഗോളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് വെച്ച് ഡയറ്റ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഷെയർ ചെയ്ത് തരാം. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരുമിച്ചായിരിക്കും. അപ്പം ഞാൻ എൻ്റെ റിസൾട്ട് വെച്ച് ഓരോ ആഴ്ച ഞാൻ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ട്രാക്ക് ചെയ്യുന്നത്, ഞാൻ ഇച്ചിരി കൂടി എക്സ്ട്രീം ആകാൻ വേണ്ടി വേണമെങ്കിൽ സ്റ്റെപ്പിൻ്റെ കൗണ്ടിങ്ങും അത് വെച്ച് ഞാൻ എങ്ങനെ കാലറീസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സീരീസ്. ഇനി മുന്നോട്ട് കടന്നാൽ കുറച്ച് ഇരുട്ടാണ്, അതുകൊണ്ട് ഇനി നിങ്ങളെന്നെ കാണാൻ പോലും പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു നിർത്താം. സോ വരുന്ന സീരീസിൽ ഈ ഫ്രെയിമിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ മസ്കുലർ ആക്കണം. അത് കഴിഞ്ഞിട്ടൊന്നല്ല, അതായിരിക്കും നമ്മുടെ അടുത്ത സീരീസ്. സോ ആസ് മച്ച് ആസ് പോസിബിൾ നമ്മൾ പുഷ് ചെയ്ത് നമ്മളെ തന്നെ മസ്കുലർ ആക്കുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങളും കാണും, നിങ്ങളെൻ്റെ കൂടെ ചെയ്ത് നിങ്ങളും മസ്കുലർ ആകും. അതാണ് നമ്മുടെ ഗോള്. സോ ഐ വിൽ സീ ഇൻ അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.